ശ്രീ സായിറാം. അധ്യായം 11. പ്രേമസ്വരൂപൻ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. ധ്യാനിക്കണമെങ്കിൽ ഒരു രൂപവും നാമവും കൂടിയേ തീരൂ. ഹൃദയപത്മത്തിൽ വേണം ഇഷ്ടദേവനെ കുടിയിരുത്താൻ. പ്രേമാർദ്ര ഭക്തിയില്ലാതെ ഹൃദയമുകുളം വിടരുകയുമില്ല. പരമ്പൊരുളിന് 2 ഭാവമുണ്ട്: നിരാകാരഭാവം നിർഗുണം, സകാരഭാവം സഗുണം. നിരാകാരമെന്നാൽ ഒരു രൂപവുമില്ലാത്ത ചൈതന്യം. സകാരമെന്നാൽ രൂപത്തോടു കൂടിയ ഈശ്വര ചൈതന്യം. ഉദാഹരണം: രാമൻ, കൃഷ്ണൻ. രൂപത്തിലൂടെ അരൂപിയായ ഈശ്വരനിൽ ചെന്നെത്താനാകൂ. നിരാകാരവും സാകാരവും രണ്ടല്ല, ഒന്ന് തന്നെ. ഉറച്ച നെയ്യും ഉരുകിയ നെയ്യും പോലെ. അവ തമ്മിലുള്ള വ്യത്യാസം താൽക്കാലികം മാത്രം. കാര്യത്തോടടുക്കുമ്പോൾ രണ്ടും നെയ്യു തന്നെ. സഗുണനായ സകാരമായ ഈശ്വരനെ ആരാധിക്കാൻ നാം വിഗ്രഹം, പീഠം, അഗ്നി, ജലം എന്നിങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇവയേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് ഉറച്ച ഭക്തിയോടെ ശ്രീ ഗുരുവിനെ പൂജിക്കുക എന്നത്. ഏകാഗ്രഭക്തിയോടെ ശ്രീ ഗുരു ചരണങ്ങളിൽ ശരണാഗതി നേടിയാൽ ഗുരുവല്ല, ഈശ്വരൻ തന്നെ ഇളകിപ്പോകും. ഈശ്വരനെ ഏതെങ്കിലും ഇഷ്ടരൂപത്തിൽ ആദ്യം മനസ്സിൽ കുടിയിരുത്തുക. പിന്നീട് അവിടുത്തെ രൂപമില്ലാത്ത, അതായത് നിരാകാര ഭാവത്തെ അറിയാൻ ശ്രമിക്കുക. ഈ അവസ്ഥ ഭക്തന്മാർക്ക് ഉണ്ടാക്കാനായി ബാബ പല രീതിയിൽ ശ്രമിക്കാറുണ്ട്. ചിലരെ കുറേ കാലത്തേക്ക് ദർശനത്തിന് തന്നെ സായി അനുവദിക്കില്ല. ചിലരെ ഷിർദിയിൽ നിന്നും ദൂരെ അയക്കും. ചിലരെ കൊണ്ട് പുണ്യഗ്രന്ഥങ്ങൾ നിരന്തരം പാരായണം ചെയ്യിക്കും. ഈ സാധന കുറേ കാലം ശീലിക്കുമ്പോൾ ആ ഭക്തന്മാർക്ക് ഒരു കാര്യം വെളിപ്പെടും: സായി ആ ശരീരത്തിൽ മാത്രമല്ല, സദാ സർവത്ര നിറഞ്ഞിരിക്കുന്നു. സായി ഇല്ലാത്ത അണിവിട പോലും പ്രപഞ്ചത്തിലില്ല. ഈ അറിവാണ് ശുദ്ധജ്ഞാനം. ആരുടെയും ശരീരനാശത്തിൽ ക്ലേശിക്കരുതെന്നും ഇതിൽ നിന്നും ബാബ ഭക്തനെ പഠിപ്പിക്കുന്നു. കടലിലേക്ക് കുതിച്ചുപായുന്ന ഗംഗ തൻ്റെ മാർഗത്തിൽ ഉടനീളം ജീവജാലങ്ങൾക്ക് കുളിർമയേകുന്നു, ദാഹമകറ്റുന്നു. ഋഷീശ്വരന്മാരും ഇങ്ങനെ തന്നെ. ഋഷീശ്വരന്മാർ ഭൂമിയിലേക്ക് വരുന്നു, പിന്നെ ശരീരം ത്യജിക്കുന്നു. ഇതിനിടയിൽ അവർ തങ്ങളുടെ ജീവിതത്താൽ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുന്നു. ശാന്തനും സൗമ്യനും ക്ഷമാമൂർത്തിയുമായിരുന്നു ബാബ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളിയതിങ്ങനെ: ഋഷിയുടെ ഹൃദയത്തിൽ ഞാൻ തന്നെയാണ്. സത്യത്തിൽ ഋഷിമാർ ഞാൻ തന്നെയാണ്, അത് മറ്റാരുമല്ല. അതുകൊണ്ട് ഈശ്വരനായി തന്നെ അവരെ ഗണിക്കൂ. തൈത്തിരീയോപനിഷത്ത് ബ്രഹ്മത്തെ ആനന്ദം എന്ന് വിവരിക്കുന്നു. അതിനെ വർണ്ണിക്കാനാവില്ല. നിത്യനും പൂർണ്ണനും നിത്യതൃപ്തനുമായ ബാബ ബ്രഹ്മം അവതരിച്ചതാണ്. വർണ്ണനാതീതമായ ആ പരാശക്തിയാണ് ഷിർദിയിൽ മാനവരൂപം പൂണ്ടുവന്നത്. അവിടുന്ന് ഭക്തന്മാർക്ക് രക്ഷകനും ആശ്രയസ്ഥാനവുമായി ഭക്തന്മാരുടെ ഇഷ്ടത്തിന് വഴങ്ങി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയായിരുന്നു ബാബ. ചാക്കിൻ്റെ ഒരു കഷ്ണമായിരുന്നു ബാബയുടെ ഇരിപ്പിടം. പിന്നീട് ഏതോ ഭക്തൻ ഹൃദയപൂർവ്വം സമർപ്പിച്ച കുഷ്യനിൽ അവിടെ നിന്നിരുന്നു. മറ്റൊന്ന് ചാരിയിരിക്കുന്ന ഭിത്തിയിലും വെച്ചു. ചില ഭക്തന്മാർ ബാബയെ പൂജിക്കാൻ ആഗ്രഹിച്ചു. അവിടുന്ന് അതിന് വഴങ്ങി. ചിലർ ചാമരം വീശി, ചിലരാകട്ടെ സുഗന്ധലേപനങ്ങൾ പുരട്ടി അവിടുത്തെ ആദരിച്ചു. തൃക്കൈകളും തൃപ്പാദവും കഴുകി ചിലർ ആദരിച്ചു. മറ്റു ചിലർ താമ്പൂലം നൽകി. ശിവലിംഗത്തിൽ എന്ന പോലെ ചന്ദനം തൊടുവിച്ചു ചിലർ. അവിടുന്ന് ഇതെല്ലാം ക്ഷമാപൂർവം അനുവദിച്ചു, സ്വീകരിച്ചു. താത്യ സാഹിബിൻ്റെ സ്നേഹിതനായിരുന്നു ഡോക്ടർ പണ്ഡിറ്റ്. അദ്ദേഹം ഒരിക്കൽ മസ്ജിദിൽ വന്ന് ബാബയെ വന്ദിച്ചു. ബാബ അദ്ദേഹത്തോട് ദാദാ ഭട്ടിൻ്റെ സമീപം ചെല്ലാൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ അവിടെ ചെന്നപ്പോൾ ബാബയെ പൂജിക്കുവാനുള്ള ഒരുക്കങ്ങളുമായി ദാദാ മസ്ജിദിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നു. അദ്ദേഹം ദാദായോടൊപ്പം വീണ്ടും മസ്ജിദിലേക്ക് വന്നു. ദാദാ പൂജ തുടങ്ങി. അതിനിടയിൽ ഡോക്ടർ പൊടുന്നിനെ ചന്ദനപാത്രം ദാദയിൽ നിന്നും എടുത്ത് സായിനാഥൻ്റെ തിരുനെറ്റിയിൽ ചന്ദനപ്പൊട്ട് തൊട്ടു. കണ്ടു നിന്നവർ ഞടുങ്ങിപ്പോയി. ഇതിനു മുമ്പൊരിക്കലും അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അതിനുള്ള ധൈര്യവും ആർക്കുമില്ലായിരുന്നു. മാലസപതി മാത്രമേ അവിടുത്തെ ഗളത്തിൽ ചന്ദനം തൊടുവിച്ചിട്ടുള്ളൂ. ദാദാ വിറച്ചുപോയി. ഡോക്ടർ സായീശ്വരൻ്റെ ശിരസിൽ ഒരു കൈകൊണ്ട് പിടിച്ച് മറുകൈയാൽ തിരുനെറ്റിയിൽ 3 കുറിയിടുന്നു. ബാബ പൊട്ടിത്തെറിക്കുമെന്ന് തന്നെ ദാദ കരുതി. ബാബയാകട്ടെ ശാന്തമൂർത്തിയായി നിലകൊണ്ടു. നിഷ്കളങ്കനും സരളനും ഭക്തനുമായിരുന്ന ഡോക്ടർ പണ്ഡിറ്റിൻ്റെ ഭക്തി ബാബ അംഗീകരിക്കുകയായിരുന്നു.
സ്വീകരിക്കുകയായിരുന്നു. അവിടുന്ന് ഒരക്ഷരം മിണ്ടിയില്ല. തിരുമുഖത്ത് കോപത്തിൻ്റെ കണിക പോലും മിന്നിമറഞ്ഞതുമില്ല. ബാബയുടെ ഈ പ്രകൃതം ദാദയ്ക്ക് ദഹിച്ചില്ല. ഇന്നേവരെ തങ്ങളെ ഒരു ചെറു ചന്ദനപ്പൊട്ട് തൊടുവിക്കാൻ പോലും അനുവദിക്കാത്ത സായിനാഥൻ എന്തേ ഇന്നിങ്ങനെ? അന്ന് വൈകിട്ട് മസ്ജിദിലെത്തിയ ദാദ ഈ പക്ഷപാതത്തെക്കുറിച്ച് ബാബയോട് ചോദിച്ചു. ഭക്തൻ്റെ പരിഭവം നിറഞ്ഞ ചോദ്യം കേട്ട് ഭഗവാൻ പുഞ്ചിരി തൂകി. പിന്നീട് പ്രേമപൂർവ്വം അരുളി, ദാദാ കേൾക്കൂ. ആ ഡോക്ടർ പണ്ഡിറ്റിൻ്റെ ഗുരുനാഥൻ ഒരു ബ്രാഹ്മണൻ, ഞാനോ മുസ്ലിമും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ മനസ്സിൽ താൻ ബ്രാഹ്മണനും ഞാൻ മുസ്ലിമും എന്ന ചിന്തയെ ഉദിച്ചിരുന്നില്ല. എന്നെ സ്വന്തം ഗുരുവിനെ പോലെ കരുതി അദ്ദേഹം ആരാധിച്ചതാണ്. എനിക്കൊന്ന് തടയാൻ പോലും കഴിയുന്നതിന് മുൻപേ അദ്ദേഹം എൻ്റെ മേൽ വിജയം നേടി. തൻ്റെ ഗുരുനാഥനായ ദോബേശ്വരിലെ രഘുനാഥിനെയാണ് കാക്ക പുരാണിക് ഡോക്ടർ ബാബയിൽ കണ്ടത്. ആ ആകർഷണ നിമിത്തം അദ്ദേഹം ബാബയെ ആരാധിച്ചു. ബാബ അത് സ്വീകരിക്കുകയും ചെയ്തു. സായീശ്വരൻ ഇതെല്ലാം അനുവദിക്കുന്നതും സ്വീകരിക്കുന്നതും ഭക്തന്മാരുടെ ഭാവത്തെ ആശ്രയിച്ചായിരുന്നു. ചിലപ്പോൾ ഇത്തരം പൂജാദികളെ അവിടുന്ന് തടഞ്ഞു, എതിർത്തു. ചിലപ്പോൾ നരസിംഹമൂർത്തിയെപ്പോൽ ക്ഷുഭിതനായി പൂജാ സാമഗ്രികൾ വലിച്ചെറിഞ്ഞു. ചിലപ്പോൾ അഗ്നി പോലെ കത്തിക്കാളി. മിഴികൾ ഭയങ്കരമായി ഉരുട്ടി നിൽക്കുന്ന ബാബയെ കണ്ട് ഭക്തന്മാർ ഭയന്നോടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ക്ഷണം അവിടുന്ന് സൗമ്യനാകും, വെണ്ണപോൽ മൃദുവാകും, തികഞ്ഞ ശാന്തതയോടെ അരുളും. ഞാൻ കോപാകുലനായി നിങ്ങൾക്ക് തോന്നിയാലും എനിക്ക് അകമേ തെല്ലും കോപമില്ല. ഭയം നകലെ നിൽക്കുന്ന ഭക്തരെ തന്നരികിൽ വിളിച്ചു വരുത്തി സായീശ്വരി പറയും, അമ്മ പിഞ്ചു കുഞ്ഞിനെ തൊഴിച്ചെറിയുമോ? സമുദ്രം എന്നെങ്കിലും നദിയെ മടക്കി അയക്കുമോ? ഞാനെന്നെങ്കിലും എൻ്റെ ഭക്തരെ ദ്രോഹിക്കുമോ, ആട്ടി അകറ്റുമോ? അസംഭവ്യ. ഭക്തൻ്റെ അധികാരത്തിനു കീഴിലാണ് ഞാൻ. എന്നും ഞാൻ അവർക്കൊപ്പം കാണും. ഭക്തപ്രേമത്തിനായി എനിക്ക് ആർത്തിയാണ്. ഹൃദയം നൊന്ത് വിളിക്കുന്ന ഭക്തന് ഉടനടി ഞാൻ ഉത്തരമേകും. സത്യം. ഇപ്പോൾ ഒരു സായി ലീല സ്മരണയിലെത്തുന്നു. പ്രിയ സജ്ജനങ്ങളെ, കേട്ടാലും. സിദ്ദിഖ് ഫാൽക്കെ, വൃദ്ധനായ ഒരു മുസ്ലിം ഭക്തൻ, താമസം കല്യാണിൽ. മെക്ക മദീന തീർത്ഥാടനം കഴിഞ്ഞ് അദ്ദേഹം ഷിർദിയിൽ എത്തിയതേയുള്ളൂ. 9 മാസം അദ്ദേഹം ചാവടിയിൽ താമസിച്ചു. പക്ഷേ ബാബ ആ ഹാജിയെ പരിഗണിച്ചതേയില്ല. മസ്ജിദിൽ കയറാൻ അനുവാദവും കൊടുത്തില്ല. ബാബ അദ്ദേഹത്തെ നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഹാജി അതീവ ഖിന്നനായി. നൊമ്പരത്താൽ ഹൃദയം ദ്രവിച്ചു. എന്തു കൊടിയ പാപം ചെയ്തിട്ടാണ് എന്നോട് ഈ അവഗണന? ഇനി എങ്ങനെയാണ് ഈ മഹാപുരുഷൻ്റെ അനുഗ്രഹം നേടാനാകുക? അതിനു കഴിഞ്ഞില്ലെങ്കിൽ ജന്മം പാഴായതു തന്നെ. ഇவ்வித ചിന്തകളാൽ വൃദ്ധനായ ഫാൽക്കെ നൊന്തുരുകി. അദ്ദേഹത്തിൻ്റെ നൊമ്പരം മനസ്സിലാക്കിയ ഒരു ഭക്തൻ ഉപദേശിച്ചു, അങ്ങ് നിരാശപ്പെടേണ്ട, ശ്യാമയുടെ സഹായം തേടൂ. അദ്ദേഹം നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും. ശങ്കര കിങ്കരനായ നന്ദിയെ സമീപിച്ചാൽ ശങ്കര ദർശനം നേടുക എളുപ്പമല്ലേ? എന്തോ ഏതോ ശ്യാമ മുഖാന്തരം പലരും ഇങ്ങനെ സായി കൃപ നേടിയിട്ടുണ്ട്. സൗമ്യനും മധുരഭാഷിയുമായിരുന്ന ശ്യാമ വേണ്ട വിധം തിരുസന്നിധിയിൽ വിഷയം അവതരിപ്പിക്കും. ഫാൽക്കെ ആ ഉപദേശം അപ്പടി സ്വീകരിച്ചു. ശ്യാമയെ കണ്ട് തൻ്റെ നൊമ്പരം അറിയിച്ചു. ശ്യാമ സമ്മതിച്ചു. തക്ക അവസരം കിട്ടിയപ്പോൾ ശ്യാമ വളരെ സൂക്ഷിച്ച് സാവധാനം സായീശ്വരനോട് ഉണർത്തിച്ചു, ബാബ, അവിടുന്ന് എന്താ ആ വൃദ്ധനിൽ കൃപ ചൊരിയാത്തത്? എന്തേ ആ ഹാജിയെ മസ്ജിദിൽ കയറാൻ അനുവദിക്കുന്നില്ല? അദ്ദേഹം മെക്കയിലും മദീനയിലും ദർശനം കഴിഞ്ഞു വന്ന ആളാണ്. അവിടുത്തെ ദർശനത്തിനായി എത്ര നാളായി ഹൃദയം പിടഞ്ഞു കഴിയുന്നു. അവനിൽ ദയ ചൊരിയൂ. എത്രയോ പേർക്ക് അവിടുന്ന് ദർശനമേകി അനുഗ്രഹം ചൊരിഞ്ഞു, ആശ്വാസം നൽകി. അദ്ദേഹത്തെ എന്തിനിങ്ങനെ തീ തീറ്റുന്നു? ബാബ, അദ്ദേഹത്തെ മസ്ജിദിൽ വരാൻ അനുവദിക്കൂ, കരുണ ചൊരിയൂ. ശ്യാമയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ബാബ കേട്ടു. അവിടുന്ന് മെല്ലെ അരുളി, ശ്യാമ, നീ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു ബാലൻ. ഇതൊന്നും നിനക്ക് മനസ്സിലാകില്ല. അല്ലാഹു അയാളെ ഇവിടെ വരാൻ അനുവദിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യും? ഇവിടുത്തെ ഫക്കീറിൻ്റെ രീതികൾ അജ്ഞാതം. എനിക്കതിൽ യാതൊരു നിയന്ത്രണവുമില്ല. ആ മറുപടി ശ്യാമയ്ക്ക് തൃപ്തിയാകാത്തതുകൊണ്ട് സായീശ്വരൻ വീണ്ടും പറഞ്ഞു, നീ അയാളോട് ചോദിക്കൂ, ബാർവി കിണറിൻ്റെ സമീപമുള്ള ഇടുങ്ങിയ പാതയിലൂടെ ശ്രദ്ധാപൂർവം വരാമോ എന്ന്. ശ്യാമ പോയി ചോദിച്ചു. എന്തിനും സമ്മതമെന്ന മറുപടിയുമായി വന്നു. ബാബ വീണ്ടും ചോദിച്ചു, എനിക്ക് 40,000 രൂപ 4 തവണകളായി തരുമോ എന്ന് ചോദിക്കൂ. സായി കൃപയ്ക്കായി 40 ലക്ഷവും കൊടുക്കാമെന്ന് ഹാജി വിനീതമായി മറുപടി പറഞ്ഞു. അപ്പോൾ ബാബ അടുത്ത ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. നാം മസ്ജിദിൽ ഒരാടിനെ കൊല്ലാൻ പോകുന്നു. അയാൾക്ക് വേണ്ടത് ഏതു ഭാഗത്തെ മാംസമാണ്? ബാബയുടെ മൺകലത്തിൽ നിന്നും അവിടുന്ന് നൽകുന്നത് എന്തായാലും ലേശം കിട്ടിയാൽ മതി. ഞാൻ സംതൃപ്തനാണ്. ഹാജിയുടെ ഈ മറുപടി ശ്യാമ വേണ്ട വിധം സായിനാഥിനെ ധരിപ്പിച്ചു.
മറുപടി കേട്ട് ബാബ ക്ഷുഭിതനായി കാണപ്പെട്ടു. അവിടുന്ന് ഉടൻ എഴുന്നേറ്റു മൺകലമെടുത്ത് പുറത്തേക്കെറിഞ്ഞു. അസ്വസ്ഥനായി തൻ്റെ കരത്തിൽ കടിച്ചുകൊണ്ട് ഹാജിയുടെ സമീപം ചെന്നു. ഈ സന്നിധിയിൽ അഹന്ത തോന്നാൻ നീ ആര്? ഇതിനാണോ നീ ഖുറാൻ വായിക്കുന്നത്? ഇതിനാണോ നീ മെക്കയിലും മദീനയിലും പോയത്? നീ ദുരഭിമാനിയും ധിക്കാരിയുമായി മാറിയിരിക്കുന്നു. പക്ഷേ നിനക്കെന്നെ ഇതേവരെ മനസ്സിലായിട്ടില്ല. ശകാരം ഏറെ നേരം തുടർന്നു. ഹാജി സ്തബ്ധനായിപ്പോയി. പിന്നീട് അവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോഴാണ് കർഷക സ്ത്രീകൾ മാമ്പഴം വിൽക്കുന്നത് ബാബ കണ്ടത്. അവിടുന്ന് മാമ്പഴം കൂടെയോടെ വാങ്ങി ഹാജിക്ക് കൊടുത്തയച്ചു. ഉടൻ തന്നെ വീണ്ടും ഹാജിയുടെ മുന്നിലെത്തി. തൻ്റെ കീശയിൽ നിന്നും 55 രൂപ എടുത്തു. അത് ഓരോന്നായി എണ്ണി ഹാജിയുടെ കയ്യിൽ കൊടുത്തു. ഹാജിയുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. ഈ നിമിഷം വരെ പുകഞ്ഞു ദഹിച്ചിരുന്ന ആ ഹൃദയത്തിൽ അമൃതവർഷമൊഴുകി. ഹാജിയുടെ മിഴികളിൽ ആനന്ദാശ്രുപ്രവാഹം. അതോടെ ഹാജി ബാബയുടെ ഭക്തസംഘത്തിൽ ഒരാളായി മാറി. ഇങ്ങനെ ഏതൊക്കെ വഴികളിലൂടെയാണ് സായീശ്വരൻ ഭക്തരിൽ കൃപ ചൊരിയുന്നത്. പ്രകൃതിക്ക് മേലും സായീശ്വരൻ ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. അവിടുന്ന് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വൈകുന്നേരം പെട്ടെന്ന് ആകാശം കാറുകൊണ്ട് നിറഞ്ഞു. മിന്നൽ പിണർ ആകാശത്തെ കീറി. ചുഴലിക്കാറ്റ് ശക്തമായി. നാൽക്കാലികൾ അലമുറയിട്ടു. ജനം പരിഭ്രാന്തരായി. ആളുകൾ മസ്ജിദിൻ്റെ കീഴെ തിക്കി തിരക്കിയെത്തി. കനത്ത പേമാരി തുടങ്ങി. നോക്കി നിൽക്കെ വെള്ളം പൊങ്ങി വന്നു. ജനം ദേവീദേവന്മാരെയൊക്കെ തുണയ്ക്കായി വിളിച്ചു കേണു. അവരാരും ആ രൂപത്തിൽ സഹായവുമായി എത്തിയില്ല. ഒടുവിൽ കരുണാനിധിയായ സായിനാഥിൻ്റെ പാദങ്ങളിൽ അവർ അഭയം തേടി. ജഗദീശ്വരനായ സായീശ്വരൻ ഒരു വഴിപാടും സ്വീകരിക്കാതെ തന്നെ മസ്ജിദിന് പുറത്തു വന്നു. കേഴുന്ന മാലോകരെ കണ്ട് അവിടുത്തെ ഹൃദയം ആർദ്രമായി. സായീശ്വരൻ ആകാശത്തേക്ക് ഉറ്റുനോക്കി. മുഖം ചുവന്നു തുടുത്തു. നേത്രങ്ങൾ രക്തവർണ്ണമായി. ഞരമ്പുകൾ പൊട്ടിത്തകരും വിധം അവിടുന്ന് ഗർജിച്ചു. ശാന്തമാകൻ. ആ ഗർജനം മസ്ജിദിനെ പിടിച്ചു കുലുക്കിയ പോലെ തോന്നി. സായി ഗർജനം കേട്ട് മേഘഗർജനം നിലച്ചു. കാറ്റടങ്ങി. മഴ കുറഞ്ഞു. ഇരുളകന്നു. താമസിയാതെ നിർമ്മലമായ ആകാശത്തിൽ ചന്ദ്രോദയമായി. ഈ അത്യദ്ഭുത രംഗത്തിന് സാക്ഷിയായവർ അദ്ഭുതത്താലും ആനന്ദത്താലും സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ഷിർദിവാസികൾ എത്ര ഭാഗ്യവാന്മാർ! മറ്റൊരു സായി ലീല കേൾക്കൂ. ഒരു ദിവസം ഉച്ചയ്ക്കായിരുന്നു അത് സംഭവിച്ചത്. ധുനിയിലെ അഗ്നി പൊടുന്നനെ ആളി ഉയർന്നു. അഗ്നിനാമ്പുകൾ മുകളിൽ മച്ചിൽ നക്കാൻ തുടങ്ങി. അത് തുടർന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം മസ്ജിദ് ചാരക്കൂമ്പാരമായതു തന്നെ. ഈ ഭയാനക രംഗം അരങ്ങേറുമ്പോൾ സായിനാഥൻ ശാന്തനും സൗമ്യനുമായി കാണപ്പെട്ടു. ഭക്തന്മാർ ഉത്കണ്ഠയോടെ ബാബയെ വിളിച്ചു കേണു. അവിടുന്ന് ഉടൻ കയ്യിലിരുന്ന വടികൊണ്ട് തൂണിലടിച്ച് ആജ്ഞാപിച്ചു. അടങ്ങിൻ. ഓരോ അടിക്കുമൊപ്പം അഗ്നിനാളങ്ങൾ തലതാഴ്ത്തി തുടങ്ങി. മഹാപ്രഭുവിൻ്റെ ഇച്ഛയ്ക്കു വഴങ്ങി. ഞാൻ ഇതിലേറെ എന്തു പറയാൻ? ഇതാണ് സായി എന്ന പൂർണ്ണാവതാരം. ആരാ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുന്നുവോ അവർ രക്ഷിക്കപ്പെടും. കൃപാമയിയായ സായി അവരെ കൈപിടിച്ചുയർത്തും. എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കപ്പെടും. തെല്ലും സംശയിക്കേണ്ട. ഹൃദയം പരിശുദ്ധമാക്കൂ. സാധനകളിൽ നിഷ്ഠ ശീലിക്കൂ. സായീശ്വരനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കൂ. നിത്യാനന്ദം സ്വന്തമാക്കൂ. ഈ അധ്യായം നിത്യവും ഭക്തിവിശ്വാസങ്ങളോടെ വായിച്ചാൽ മനഃശാന്തി ലഭിക്കും. സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചിതനാകും. ആത്മീയാനന്ദം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അധ്യായം ആദരവോടെ വീണ്ടും വീണ്ടും വായിക്കുക. ഈ കഥകളുടെ ആവർത്തിച്ചുള്ള വായന മനം ശുദ്ധമാക്കും. നീചമായതിനെ നമ്മിൽ നിന്നും അകറ്റും. മാത്രമല്ല ബാബയുടെ അനുപമ പ്രേമം അനുഭവിക്കുകയും ചെയ്യാം. 11-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.